ഹലോ, ഇനി ഞങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ ശ്യാമേച്ചിൻ്റെ ചേച്ചീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ പോവാണ്. പോകുന്ന വഴിക്ക് ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫാൻസിന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയി. രാവിലെ ആ ചേച്ചിക്ക് വർക്കിന് പോകാനുള്ളതാണ്. അപ്പോൾ അവരെ ഹസ്ബൻഡാണ്. ചേച്ചി സർപ്രൈസ് ആവോ നോക്കാല്ലേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. പ്ലേസ് ഇനി നോക്കണം, ഏതാ നല്ല സ്ഥലം നോക്കിയിട്ട് ഇരിക്കണം. തീരെ അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുകയാണ് എന്താവും. അങ്ങനെ ചേച്ചിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ശ്യാമേച്ചി കണ്ട് ചേച്ചി വരുന്നുണ്ടെന്ന് കണ്ടിട്ടോ. അപ്പോൾ ശിങ്കാരിയേച്ചി, ഞങ്ങൾ ശിങ്കാരിയേച്ചി നട്ട് വിളിക്കുന്നത്. അങ്ങനെ ചേച്ചി വരുന്നത് ഞങ്ങൾ കണ്ടിട്ട് എന്താ പറയുക, ഞെട്ടി. ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ സർപ്രൈസ് കിട്ടുന്നതെന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ. ചേച്ചീൻ്റെ മൂത്ത മോളും ഉണ്ടായിരുന്നു, വൈഗ എന്നാണ് കേട്ടോ പേര്. അങ്ങനെ വൈഗയ്ക്ക് ഓൾറെഡി തലേന്ന് അറിയായിരുന്നു സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ മോള് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ അമ്മേനെ എവിടേക്ക് എത്തിച്ച് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങിലേക്ക് കിടന്നു. ചേച്ചി നല്ല കരഞ്ഞിട്ടോ, എന്തിനാ ഇത് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ് ഇമോഷണലായിട്ട് കുറച്ച് എല്ലാവരും അങ്ങനെ ആ ഒരു ലെവലിൽ പോയി. ഞങ്ങൾ ബട്ടർ റോഡ് ബീച്ചിലാണ് കേട്ടോ പോയത്. രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരും ഇല്ല. പിന്നെ അങ്ങനെ വെയിലില്ലായിരുന്നു, ഒരു മഴേൻ്റെ ഒക്കെ ഒരു ലെവൽ പോലെ. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവർക്കും കൊടുത്തു. ശ്യാമേച്ചിക്കാണ് കേട്ടോ ആദ്യം കൊടുത്തത്. ചേച്ചി അനിയത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ അങ്ങനെ കാർത്തിക്ക് കൊടുത്തു, യുവയ്ക്ക് കൊടുത്തു, പിന്നെ വൈകുട്ടിക്ക് കൊടുത്തു. ഹസ്ബൻഡിന് ലാസ്റ്റാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ പിഞ്ചേട്ടനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഷൈ ഉള്ള ആളാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര കുറവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയോ കേക്ക് കൊടുത്ത് പിന്നെ എനിക്കും തന്ന്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പോൾ ഗിഫ്റ്റ് എല്ലാവരും കൊടുത്തു കേട്ടോ. ഏട്ടനാണെങ്കിൽ ഒരു ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചേച്ചിയാണെങ്കിൽ അതേപോലെ ഡ്രസ്സ് കൊടുത്ത്. പിന്നെ ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് കൊടുത്തു. എല്ലാം ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന്. ഹാപ്പിയായോ? ചേച്ചിക്ക് വർക്കിന് കയറാനുള്ള ടൈം ആയല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. പിന്നെ വൈകുട്ടിയാണെങ്കിൽ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കായപ്പോൾ ഞങ്ങൾക്ക് ചേച്ചീൻ്റെ വക ഒരു ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.